ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മേരി. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് വിൻഡാലിയാണ്. എല്ലാവരും കാണണം, എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. ഇത് മുരിങ്ങാക്കോലും മരത്തിൻ്റെ തോലാണ്. ഇത് കുറച്ച് കുരുമുളക്, ഒരു 5 ഏലക്ക, കുറച്ച് തക്കോലും, കറയാമ്പ്, ജീരകം, ഇത് പട്ട, ഇത് വെളുത്തുള്ളി, 150 ഗ്രാം വെളുത്തുള്ളി തൊലികളിൽ വെച്ചിരിക്കുന്നത്. ഇത് 100 ഗ്രാം കടുക് പരിപ്പ് വിനാഗിരിയിൽ നനച്ച് വെച്ചിരിക്കുന്നത്. ഇത് പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് മഞ്ഞൾ പൊടി, ഇത് കാശ്മീർ മുളക് പൊടി, ഇത് സാദാ മുളക് പൊടി, ഇത് ഉപ്പ്. ഇത് 1.5 കിലോ ബീഫ് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നത്. നമുക്കിതെല്ലാം മിക്സിയിൽ എടുക്കാം. ഇതൊക്കെ ഇടുകയാണ്. ഇനി കടുക് പരിപ്പും കൂടി ഇടുന്നത് കേട്ടോ. വെള്ളം ചേർക്കില്ല, വിനാഗിരി മാത്രം ചേർത്ത് അടിച്ചെടുക്കണം സാധനമാണ്. വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പം മിക്സിയിലടിച്ച എല്ലാ ചേരുവകളും ഈ പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് അതിനകത്ത് എണ്ണ ഒഴിക്കാൻ പോകുകയായിട്ട്, വെളിച്ചെണ്ണ. ഇനി അതിലേക്ക് പച്ചമുളകും ഇഞ്ചി ഇടാൻ പോവുകയാണ്. പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടിച്ച് വെച്ചിരിക്കണ മസാല ഇതിൽ ചേർക്കാം. ഇത് ഒന്ന് നന്നായിട്ട് വാടണം. ഇത് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇതിൽ ചേർക്കാം. ഇത് കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ. 3, 4, 5, 6, ഇത് കിടന്നോട്ടെ, 7 മണി. ഇനി സാദാ മുളക് പൊടി 7 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 ടീസ്പൂൺ കൂടി ഇടുകയാണ്. ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇത് നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെയും പതുക്കെ ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിക്കാം. വെള്ളമല്ല കേട്ടോ, വിനാഗിരി ഒഴിക്കണേ. നോക്കാം. ഗ്രേവി ഇപ്പം നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുക്കറിലേക്കാണ് ഇട്ട് പകുതി വേവിച്ചെടുക്കാനുള്ള ഇത് ഇടുകയാണേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. 1, 2. നമുക്കൊന്നത് ഇളക്കി ചേർത്ത് വെക്കാം. ആയിട്ടുണ്ട്. ഇത് പകുതി വേവ് നമ്മൾ കുക്കറിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചട്ടിയിലോട്ടാക്കി. ഇനി നമുക്കിത് ചട്ടിയിലിട്ടത് വറ്റിച്ചെടുക്കണം കേട്ടോ.
തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കാം. ഓക്കെ. മിൻഡാല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പാത്രത്തിലോട്ട് ആക്കാം. എടുക്കട്ടെ കേട്ടോ. മിൻഡാല് റെഡി.